ഫുർസത് ഖാൻജി ഇന്ന് അവരുടെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സയന്റിസ്റ്റുകളുടെ പല വർഷത്തെ അധ്വാനമാണിത്. ഈ സാറ്റലൈറ്റ് ഭൂമിക്കടിയിലെ ന്യൂട്രേനിയം കണ്ടെത്തുന്നതാണ്. ഇനി മുതൽ നമ്മുടെ നാട്ടിൽ പവർ സപ്ലൈയുടെ പ്രശ്നമുണ്ടാകില്ല. ഇത് നമ്മുടെ നാടിന് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഈ സാറ്റലൈറ്റിന് ഒരിക്കലും ന്യൂട്ടറേനിയം മെറ്റലിനെ കണ്ടെത്താനാവില്ല. കാരണം ന്യൂട്ടറേനിയം മെറ്റൽസ് നമ്മുടെ അടുത്തുള്ള മലകളുടെ വശങ്ങളിലാണ് കാണുന്നത്. ആ മെറ്റൽസ് ഞാനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ലോകത്തുള്ള പവേഴ്സ് മുഴുവനും എന്റെ കയ്യിൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടിംബക്ടോ, യെസ് ബോസ്, പറഞ്ഞോളൂ. വേഗം ചെന്ന് ഇടപെട. ആ സാറ്റലൈറ്റ് ഒരിക്കലും സ്പേസിലേക്ക് പോകരുത്. ഞാനൊരു സ്പേസ് ഷട്ടിൽ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കയറി പോയിക്കോളൂ. ആ സാറ്റലൈറ്റിലെ റോക്കറ്റിന്റെ മെഷീൻ നശിപ്പിച്ചു കളയുക. ബോസ്, അത് ഫുർസത് ഗഞ്ചിന്റെ സാറ്റലൈറ്റ് ആണ്. റോബോബോയ് തീർച്ചയായും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അവരുടെ സാറ്റലൈറ്റ് നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഷട്ടിൽ നശിച്ചു പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കരുത്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ആസ്ട്രോബോട്ട്, റോബോട്ട്, എന്റെ സ്പേസ് ഷട്ടിൽ കയറി പോകൂ. എന്നിട്ട് ഫുർസത് ഗൻ സാറ്റലൈറ്റിലെ റോക്കറ്റ് മെഷീനെ നശിപ്പിക്കൂ. വേഗം ചെല്ലൂ. ഒരുപക്ഷെ വീർ അതിന്റെ ഇടയ്ക്ക് കയറുകയാണെങ്കിൽ അവന്റെ കഥ കൂടി നീ അങ്ങ് കഴിച്ചേക്ക്. ഇനി ഇവൻ ഫുർസത് ഗഞ്ചിലെ സാറ്റലൈറ്റ് തടഞ്ഞു നിർത്തും. ഇതിനു വേണ്ടി മാത്രമായി ഞാൻ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ റോബോട്ടാണ് ഇവൻ. You are genius, boss. Super duper genius. She is right, boss. She is right. എമിലി, അത് കണ്ടോ? ഫുർസത് ഗഞ്ചിന്റെ സാറ്റലൈറ്റ് ലോഞ്ച് ആവാൻ പോവുകയാ. സാറ്റലൈറ്റ് അന്തരീക്ഷത്തിൽ എങ്ങനെ പോകുന്നത്? സാറ്റലൈറ്റിന്റെ പുറകിൽ ഒരു റോക്കറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ റോക്കറ്റാണ് സാറ്റലൈറ്റിനെ അന്തരീക്ഷത്തിൽ പറത്തുന്നത്. റോക്കറ്റ് ഒന്നും ആവശ്യമില്ലെന്നേ. ഞാൻ വിചാരിച്ച വെറും സാറ്റലൈറ്റിനെ അന്തരീക്ഷത്തിൽ പറപ്പിച്ചേനെ. ചിണ്ടു, ഈ ജോലി സയൻസിന്റെയും സയന്റിസ്റ്റിന്റെയും ആണ്. ഇതിൽ നിന്റെ മാജിക് പവേഴ്സ് ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, ഒരുപക്ഷെ നിന്റെ സഹായത്തോടെ സാറ്റലൈറ്റ് മുന്നിലോട്ട് പോവുകയാണെങ്കിൽ അത് എവിടെ ചെന്ന് എത്തുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴും എന്നെ കോമഡിയനാക്കി മാറ്റാണല്ലേ. ഞാൻ ഇവിടുന്ന് പോവാ. കുട്ടികളെ നോക്ക്, കുറച്ച് സമയം കൂടി കഴിഞ്ഞാല് നമ്മുടെ സാറ്റലൈറ്റ് ലോഞ്ച് ആവാൻ പോവുകയാ. ഇതങ്ങ് മുകളിൽ ചെന്നിട്ട് മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ന്യൂട്രേനിയം എന്ന് പേരുള്ള സ്പെഷ്യൽ മിനറലിനെ കണ്ടെത്തും. ഇത് പ്ലാറ്റിനത്തെയും യുറേനിയത്തെക്കാളും ഒരുപാട് പവറുള്ള സാധന. Okay, gentlemen, 5 seconds to go. 5, 4, 3, 2, 1. ഇപ്പോൾ ആ റോക്കറ്റിന്റെ എഞ്ചിൻ ജാമായി പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ റോക്കറ്റ് എവിടെയും പോയി ജാം ആവുകയില്ല. ശരാ, ഇതെന്താ പറ്റിയത്? റോക്കറ്റിന്റെ എഞ്ചിൻ ജാമായെന്നാ തോന്നുന്നത്. തന്നെയല്ല, ആ സാറ്റലൈറ്റ് ഏത് സമയത്തും ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വർഷങ്ങളായുള്ള അധ്വാനം പാഴായി പോവുകയാണ്. അല്പസമയം മുമ്പ് കിട്ടിയ വിവരം അനുസരിച്ച് റോക്കറ്റിന്റെ എഞ്ചിൻ ജാമായി പോയിരിക്കുകയാണ്. സാറ്റലൈറ്റ് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുർസത് ഗഞ്ചിലാണ് അത് വീഴാൻ സാധ്യതയുള്ളത്. അവിടെ ആകെ ബ്ലാസ്റ്റ് ആകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നത്. സയന്റിസ്റ്റിന്റെ 10 വർഷത്തെ കഠിനാധ്വാനം വേസ്റ്റ് ആയി പോയി. ഡോണ്ട് വറി അപ്പൂപ്പ, അവരുടെ കഠിനാധ്വാനം വേസ്റ്റ് ആവില്ല. ആസ്ട്രോനോട്ട് സ്യൂട്ട് ഓൺ. എപ്പോഴത്തെയും പോലെ റോബോബോയ് പ്രശ്നം പരിഹരിക്കാനായി എത്തിയിരിക്കുകയാണ്. റോബോബോയ്ക്ക് ഈ റോക്കറ്റിനെ തടഞ്ഞു നിർത്താനാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. Timbuktu! No! Astrobot! വീറിന്റെ കഥ അങ്ങ് അവസാനിപ്പിക്കാൻ. ഓക്കേ ബോസ്.
പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? ആരാണ് റോബോബോയെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? യെസ്, സാറ്റലൈറ്റ് ശരിക്കും ലോഞ്ച് ആയി കഴിഞ്ഞു. സിഗ്നൽസും അയക്കാൻ തുടങ്ങിയിരിക്കുന്നു. വീർ! അപ്പൂപ്പ എന്റെ ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുക. വീർ ഏതെങ്കിലും സാറ്റലൈറ്റിൽ ചെന്ന് ചാർജ് ചെയ്യ. വേഗം ചെയ്യുമോനെ. ഓ നോ, വീറിന്റെ കയ്യിലെ ബാറ്ററി കണക്ടിംഗ് വയർ പൊട്ടിപ്പോയല്ലോ. വീർ, കണ്ണു തുറന്ന് നോക്ക്. നിന്റെ വയസ്സ് പെട്ടെന്ന് കണക്ട് ചെയ്യുമോനെ. വേഗം ട്രൈ ചെയ്യുമോനെ. വീർ, എത്രയും പെട്ടെന്ന് ആ ഗ്രീൻ ലിക്വിഡ് ബോക്സിൽ ഫുൾ ആകും. പിന്നെ എന്നേക്കുമായി നീ ലിക്വിഡ് ഫ്രീസ് ആയി മാറും. വീർ, എഴുന്നേക്ക്. ആരെങ്കിലും വേഗം ചിണ്ടുനെ വിളിക്കേ. വീർ വിരലിഞ്ഞൊടിച്ചാൽ മാത്രമേ ചിണ്ടുന് വരാൻ പറ്റൂ. ആ കാണുന്ന ഗ്രീൻ ലിക്വിഡ് വളരെ അപകടം പിടിച്ചതാണ്. അത് നമ്മുടെ വീറിനെ ഫ്രീസ് ചെയ്യും. വീറിന്റെ ബാറ്ററി കണക്ഷൻ വയർ ഒന്ന് ചേരുന്നത് വരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ ലിക്വിഡ് പൊട്ടിപ്പോയ വയേഴ്സിൽ ടച്ച് ചെയ്താൽ ഉടനെ ബാറ്ററി ചാർജ് ആവാൻ തുടങ്ങും. പിന്നെ കുറച്ച് സമയത്തേക്ക് വീറിന് ബോധം തെളിഞ്ഞു കിട്ടുകയും ചെയ്യും. കാരണം ബാറ്ററിയുടെ കറന്റ് ഫ്ലോ ഫുൾ ആകും. ലിക്വിഡ് മുകളിലേക്ക് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വീർ, നിന്റെ കയ്യിലെ ബാറ്ററി കണക്ടിംഗ് വയേഴ്സ് ഒന്ന് ജോയിൻ ചെയ്യേ. വേഗം, എത്രയും പെട്ടെന്ന് ആ ബോക്സിൽ നിന്ന് പുറത്ത് കിടക്ക്. അല്ലെങ്കിൽ നീ ഫ്രീസ് ആയി പോകും മോനെ. വീർ, ആ റോബോട്ട് സാറ്റലൈറ്റിൽ ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. വേഗം ചെല്ല്, അത് അവിടെ നിന്ന് എടുത്ത് മാറ്റ്. വെറും 15 സെക്കൻഡേ നമുക്ക് സമയമുള്ളൂ. നോ, അശ്വബോട്ട്, വീർ രക്ഷപ്പെടാൻ പാടില്ല. വേഗം.
വീറിന്റെ സ്കൂളിലെ കൂട്ടുകാർ ഹിമാലയത്തിലേക്ക് പോവുകയാണ്. അവിടേക്ക് നീയും പോവുക. അവിടെ ചെന്ന് എല്ലാം നശിപ്പിക്കുക. വീറിന്റെ കഥ അവസാനിപ്പിച്ചേക്ക്. മോന, മോന, നീ എവിടെയാണുള്ളത്? അതെ, നോക്കൂ മോന, ഞാൻ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന്. എന്റെ യതിക്ക് എന്താണ് സംഭവിച്ചത്? ബോസ് ബോസ്, എന്നോടാണ് നിങ്ങൾ താങ്ക്സ് പറയേണ്ടത്. ഞാൻ അവന്റെ നേർക്ക് എല്ലാ ധൈര്യവും സംഭരിച്ച് ലേസർ ഗൺ വെച്ച് ഷൂട്ട് ചെയ്ത് കളഞ്ഞില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ കഥ അവനങ്ങ് കഴിച്ചാനും ബോസ്. എടാ ചിമ്പടിച്ചോ, അത് ഞാനുണ്ടാക്കിയ റോബോട്ടല്ലടാ. ബോസ്, എന്റെ അധ്വാനമെല്ലാം വേസ്റ്റ് ആയില്ലേ? എന്നെ നശിപ്പിക്കാനായി ജനിച്ചവനാണോടാ നീ? ഒരൽപ്പം സമാധാനിക്ക് ബോസ്, അല്പം സമാധാനിക്ക്. She is right, boss. She is right. I am sorry. എനിക്കിവിടെ ഭയങ്കരമായിട്ട് തണുക്കുന്നു. കൈകാലുകളൊക്കെ വിറയ്ക്കുക. മിസ്സിസ് സിൻഗുപ്ത, ഇത് ഹിമാലയമാണ്, അതായത് ഹിമത്തിന്റെ സാമ്രാജ്യം, അതായത് മഞ്ഞിന്റെ താഴ്വാരം. ഇവിടെ തണുപ്പ് അനുഭവപ്പെടാതെ പിന്നെന്താ ചൂട് അനുഭവപ്പെടുമോ? ഈ വിറകിട്ട് നമുക്ക് തീ ഒന്നുകൂടെ നന്നായിട്ട് കത്തിക്കാം. വീർ, നമ്മൾ ഇവിടം വരെ വളരെ സുരക്ഷിതമായി എത്തിച്ചേർന്നു. ആ കാര്യം ഒന്ന് അപ്പൂപ്പനോട് വിളിച്ച് പറഞ്ഞേക്ക്. അതെ അതെ, ഞാൻ ആ കാര്യം മറന്നുപോയല്ലോ. അപ്പൂപ്പ, ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പൂപ്പൻ എങ്ങനെയുണ്ട്? എനിക്കിവിടെ സുഖാ മോനെ. വീട്ടിൽ നിന്ന് ഒരു അല്പം വെള്ളം ലീക്കായി പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവിടെ മൊത്തം വെള്ളമായി പോയി. വെള്ളം നിറഞ്ഞു പോയെന്നോ? അതെന്താ അപ്പൂപ്പ, അവിടെ മഴ പെയ്യുന്നുണ്ടോ? അതേ മോനെ, ഭയങ്കര മഴയാ. കണ്ണീരിന്റെ മഴയായത്. നീ ചുണ്ടുള്ളിലെയും ചിണ്ടുവിനെയും വിട്ടിട്ട് ഹിമാലയത്തിലേക്ക് പോയില്ലേ? അന്നേരം തുടങ്ങിയ കരച്ചിലായകുമാര്. വീട് മുഴുവൻ വെള്ളമാ. നിന്റെ അടുത്തേക്ക് ഞങ്ങളെ കൂടി വിളിക്ക്. വേണ്ട, നീ കരഞ്ഞാലും ശരി പാടിയാലും ശരി, ഇങ്ങോട്ട് വരാൻ നിനക്ക് ഞാൻ പെർമിഷൻ തരുന്ന പ്രശ്നമില്ല. നീ അവിടെ തന്നെ ഇരുന്നാ മതി. ഇറ്റ്സ് മൈ ഓർഡർ. വീർ, നീ ശരിക്കും സൂക്ഷിക്കണം മോനെ. ഓക്കേ അപ്പൂപ്പ. സാർ, അവിടെ ഒരു വളരെ വലിയൊരു ഷാഡോ കാണുന്നുണ്ട്. വേഗം ചെല്ല്, എല്ലാരും അവരവരുടെ ടെന്റിലേക്ക് ചെല്ല്. വേഗം ചെല്ലാനാ പറഞ്ഞത്. ചെല്ലേ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നീ തീർച്ചയായിട്ടും അവിടെ പോകുന്നു. അതുകൊണ്ട് ഞാനും വന്നത്. ദേ അത് കണ്ടോ, ആ മരത്തിന് പുറകിൽ ആരോ ഉണ്ട്. ഹായ്, ഞാനാണ് വീർ. ഇതെന്റെ ഫ്രണ്ട് എമിലി. പേടിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട് ആകാൻ പറ്റുമോ? ഇതാ പിടിച്ചോളൂ, ഇത് കഴിക്കൂ. ഇത് ചോക്ലേറ്റ് ആണ്, ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങൾ തന്നെ ഹൈഫൈ ചെയ്യ. നമുക്കിപ്പോ ഏറ്റിയുടെ ജബ്ബി ചെയ്യാം. ഇന്ന് മുതൽ നമ്മൾ ഫ്രണ്ട്സ് ആണ്. ഇതാ, ഇഷ്ടം പോലെ ചോക്ലേറ്റ് കഴിച്ചോളൂ. കൊള്ളാം കൊള്ളാം, നല്ല ടേസ്റ്റ്. താങ്ക് യു. ഇതിന്റെ പേരാണ് ചോക്ലേറ്റ്. വീർ, നീ ഇവിടെ എന്തെടുക്കുക? ഞാൻ ഇവിടേക്കൊന്ന് നോക്കുമായിരുന്നു സാർ. ആ ഷാഡോ ഉണ്ടോന്ന് നോക്കിയതാ. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ ഒന്നും ഇല്ലെന്നേ. അത് വെറും മരത്തിന്റെ നിഴലായിരുന്നു. ശരി ശരി, രണ്ടുപേരും പോയി കിടന്ന് ഉറങ്ങ്. നാളെ രാവിലെ കേബിൾ കാറിൽ കയറി സൺറൈസ് പോയിന്റ് വരെ പോകാനുള്ളതാ. ഇവനാണോ ഇന്നലെ രാത്രി വന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, ഞാൻ ഇന്നലെ ഈ ഏറ്റിയുടെ നിഴലാ കണ്ടത്. ഇവൻ തന്നെയാണത്. റോബോ ബോയ് സ്യൂട്ട് ഓൺ. റോബോ ബോയ് സ്യൂട്ട് ഓൺ.
റോബോബോയ് എത്തിക്കഴിഞ്ഞു, റോബോബോയ് എത്തിക്കഴിഞ്ഞു, നമ്മളെ രക്ഷിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടുന്ന് വേഗം പോയേക്ക്. നിങ്ങളെ കണ്ടാൽ ഇവരെല്ലാം പേടിച്ചു. ഞാനാണ് വീർ, വീർ നിന്റെ കൂട്ടുകാരൻ. നമ്മൾ രാത്രി കണ്ട് സംസാരിച്ചതല്ലേ, എന്റെ ഓർമ്മയില്ലേ? ഞാൻ നിങ്ങളെ ഇപ്പൊ കാണാൻ വേണ്ടിയാണ് റോബോബോയ് ആയിട്ട് വന്നത്. ശരിക്കും ഞാൻ വീറാണ്. എന്താ എന്നെ മനസ്സിലായില്ലേ? വീർ അതിനെ ഒറിജിനൽ യതിയായിട്ടാണ് കരുതിയിരിക്കുന്നത്. വെരി ഗുഡ്. അവൻ അത് യഥാർത്ഥ യതിയാണെന്ന് വിചാരിച്ച് അറ്റാക്ക് ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ എന്റെ യതി റോബോട്ട് അവന്റെ കഥ അവസാനിപ്പിക്കും. സോറി കൂട്ടുകാരാ. എവിടെയെല്ലാം പ്രോബ്ലം ഉണ്ടാവുന്നു അവിടെയൊക്കെ ഈ റോബോബോയ് എങ്ങനെയാ വരുന്നേ? അതും ഇത്ര വേഗത്തില്. ദേ ഇങ്ങോട്ട് നോക്ക് എമിലി, ആ വീർ എങ്ങോട്ടാ പോയത്? ഞാൻ ഇവിടെ തന്നെയുണ്ട് ബണ്ടി. സോറി കൂട്ടുകാരാ, നിങ്ങൾ കാല് തെറ്റി താഴെ വീണതാണ്. നിങ്ങളെ അങ്ങനെ തള്ളിയിടാൻ ഞാൻ വിചാരിച്ചതല്ല. അവിടുന്ന് നിങ്ങളെ പറഞ്ഞയക്കാൻ ശ്രമിച്ചതാ. സോറി, വി ആർ ഫ്രണ്ട്സ്. റോബോബോയ് എടുത്തോണ്ട് പോയി. വേഗം എന്തെങ്കിലും ചെയ്യ്. I am glad. Very, very glad. നീ അവിടെ തന്നെ നിന്നാൽ മതി. ഞാൻ ഉടനെ അങ്ങെത്താം. ഓക്കേ? മനസ്സിലായോ? ഇന്ന ഏറ്റിയുടെ ജമ്പി. എന്റെ പുതിയ കളി എങ്ങനെയുണ്ട് വീർ? ഇനി നീ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. എന്റെ യതി റോബോട്ട് നിന്റെ കഥ ഇന്ന് അവസാനിപ്പിക്കുന്നതാണ്. അത് ശരി, അതാണല്ലേ കാരണം. റോബോട്ട് പോയിട്ടാണല്ലേ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം.
ഏറ്റിയല്ലായിരുന്നു, റോബോട്ടായിരുന്നു. അതിന്റെ കഥ ഞാൻ അവസാനിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് ആർക്കും ഒരു അപകടവും ഉണ്ടാവില്ല. എമിലി, നമ്മളുടെ വീരെങ്ങോട്ടാ പോയത്? ആർക്കറിയാം, അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. അല്ല, ആ ഏറ്റി എങ്ങോട്ടാ പോയത്? എന്താ നീ അത് കണ്ടില്ലേ? ആ പേടിത്തൊണ്ടൻ, എവിടെ പോയി ഒളിച്ചിരിക്കുവായിരുന്നു നീ? ആ? ശരിക്കും നീ ആളൊരു പേടിത്തൊണ്ടനാ. ഇവരെന്തിനാ ഹൈഫൈ കൊടുക്കുന്നത്? ചിലപ്പോഴൊക്കെ എനിക്ക് സംശയം തോന്നാറുണ്ട്. ഒരുപക്ഷെ ഈ വീര് തന്നെയാണോ? ഇവൻ തന്നെയാണോ റോബോ ബോയ്?